ഇതെങ്ങനെ പ്രൊവോക്കേഷൻ ആവുന്നത്? സംസാരിച്ചോ സർ? ഞങ്ങൾ ചിരിച്ചാൽ കുറ്റം, ഞങ്ങൾ ഗൌരവത്തിൽ പറഞ്ഞാൽ അതും കുറ്റം. ഇത്രകാലം ഞങ്ങൾ ചിരിക്കുന്നില്ല എന്നായിരുന്നു പരാതി. ഇപ്പോ നിങ്ങൾ ചിരിക്കുന്നതിനെ പോലും ഭയപ്പെടാൻ തുടങ്ങിയോ? സർ, ഞാൻ ഓരോ കമന്റിനും മറുപടി പറയുന്നില്ല. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോടുള്ള ബഹുമാനം കൊണ്ട് ഞാൻ അദ്ദേഹം പറഞ്ഞതിനോട് മാത്രം പ്രതികരിച്ചു എന്നേ ഉള്ളൂ. ഓരോന്നിനും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. സർ, ഇവിടെ ഒരുപാട് കാര്യങ്ങൾ വന്നു. എഡിജിപിയെ കുറിച്ച് വന്നു, പിന്നെ സ്വർണ്ണക്കടത്തിനെ കുറിച്ച് വന്നു. മലപ്പുറത്തെ മുൻനിർത്തി വളരെ അപകടകരമായ ഒരു നെറേറ്റീവ് സൃഷ്ടിക്കാൻ പുറത്ത് നടത്തിയ അതേ ശ്രമം നിയമസഭയിലും നടത്തിയെന്നത് വളരെ നിർഭാഗ്യകരമാണ്, ഞെട്ടിപ്പിക്കുന്നതാണ്. അതാണ് ഏറ്റവും അവസാനം ബഹുമാനപ്പെട്ട നിയമമന്ത്രി ഇവിടെ ചൂണ്ടിക്കാണിച്ചത്. അത്തരമൊരു നെറേറ്റീവ് സൃഷ്ടിക്കപ്പെടുന്നതിന് ഒരു തരത്തിലും കൂട്ടുനിൽക്കാൻ ഞങ്ങൾക്കാവില്ല എന്നതുകൊണ്ടാണ് അതേ സമയം തന്നെ അദ്ദേഹം അപ്പോൾ തന്നെ ഇടപെട്ട് തിരുത്തിയത്. അങ്ങേക്കും അതിന്റെ അപകടം ശരിയായി തന്നെ മനസ്സിലാക്കി അങ്ങ് ഉൾക്കൊണ്ടു എന്നതിലും സന്തോഷം രേഖപ്പെടുത്തുകയാണ്. സർ, ഇവിടെ ഒരു പ്രചരണം എന്താണ്? എഡിജിപിയുടെ പേരിലാണല്ലോ ഇതിൽ കുറെ കാര്യങ്ങൾ വന്നത്. സർ, എഡിജിപി ആയിട്ടുള്ളയാൾ, ക്രമസമാധാന ചുമതല വഹിച്ചിരുന്ന എഡിജിപി RSS നേതാക്കളെ സന്ദർശിച്ചതിനെ പറ്റിയിട്ട് ആരോപണം ഉയർന്നു വന്നു. അത് സംബന്ധിച്ച് ആരോപണമാണല്ലോ വന്നത് ആദ്യം. അത് സംബന്ധിച്ച് സംസ്ഥാന പോലീസ് മേധാവി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം അന്വേഷിച്ചു. സർ, കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതിനു മുമ്പ് സംസ്ഥാന പോലീസ് മേധാവി നേരിട്ട് ഇങ്ങനൊരു അന്വേഷണം നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് വ്യക്തതയില്ല. പോലീസ് മേധാവി നേരിട്ട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഏറ്റവും ഉന്നത തലത്തിലുള്ള സംവിധാനം ഏർപ്പെടുത്തി ആ കാര്യം അന്വേഷിച്ചു. സർ, അന്വേഷണത്തിന്റെ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. റിപ്പോർട്ട് പ്രകാരം എഡിജിപിയെ ആരോപണമുക്തനാക്കാനുള്ള തെളിവുകൾ ഇല്ല. എന്നാൽ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ തെളിയിക്കപ്പെടാനുള്ള തെളിവുകളും കണ്ടെത്താനായിട്ടില്ല. സാർ, ഞാൻ പറഞ്ഞു വരട്ടെ, ക്ഷമിക്കൂ. റണ്ണിംഗ് കമന്ററി ഇഗ്നോർ ചെയ്തേക്ക്. സാർ, സർക്കാരിന്റെ തലത്തിൽ ഈ റിപ്പോർട്ട് വളരെ ഗൌരവത്തോടു കൂടി തന്നെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പരിശോധിച്ചു കഴിയുകയുണ്ടായി. ആ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നിലവിലുള്ള സാഹചര്യത്തിൽ സർക്കാരിന് സ്വീകരിക്കാവുന്ന ഏറ്റവും ഉചിതമായ നടപടി എഡിജിപിയുടെ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം അന്വേഷണ സംഘത്തിന് മൊഴി കൊടുത്തതായി മനസ്സിലാക്കുന്നത് RSS നേതാക്കളെ കണ്ടതൊരു കർട്സി കാൾ മാത്രമാണ് എന്നതാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇവിടെ വരുന്ന ഇങ്ങനെയുള്ള എല്ലാ പാർട്ടികളുടെയും നേതാക്കളെ അദ്ദേഹം കാണാറുണ്ട് എന്ന് മൊഴി കൊടുത്തതായിട്ടാണ് മനസ്സിലാവുന്നത്.